കൂത്തുപറമ്പ് പുറക്കളം ആമ്പിലാട് സ്കൂൾ റോഡ് മാലിന്യം തള്ളാനുള്ള ഇടമായി മാറുന്നു. ഇരുട്ടിന്റെ മറവിൽ റോഡരികിലും വീടുകൾക്ക് മുന്നിലുമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി. ഇവിടെ CCTV ക്യാമറയും തെരുവ് വിളക്കും സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. രാത്രികാലങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നതായി നാട്ടുകാർ പറയുന്നു. ചില വീടുകളുടെ മുൻവശത്ത് പോലും മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥിതിയുണ്ട്. അതായത് പമ്പേഴ്സ് മുതൽ മദ്യക്കുപ്പി മുതൽ എല്ലാ വേസ്റ്റ് ഈ റോഡിലാണ് ഇങ്ങനെ കൊണ്ടുപോയിടുന്നത്. മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ ഒരു ക്യാമറ വേണമെന്ന്. പക്ഷേ ഇതുവരെ നമുക്കതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സംസാരമല്ലാതെ ഒരു പ്രതിഫലമായിട്ട് നമുക്കൊരു ക്യാമറയോ ബക്കറ്റിലോ നമുക്കിത് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളത് ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അവർ പറയുന്ന ശരി, ഞങ്ങൾ എന്തായാലും ഒരു ക്യാമറ വെച്ച് കയറും. ഈ ക്യാമറ വെക്കാതെ ഇപ്പം നമ്മൾ ആരെ കണ്ടുപിടിക്കാനാ? മറ്റുള്ളവരെ നാട്ടുകാരെ തല്ലുകൂടേണ്ടി വരില്ലേ? അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇല്ലാത്തത്, കറണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ കൊണ്ടെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പരുമ്പാമ്പ മുതൽ പന്നി മുതൽ എല്ലാ മൃഗങ്ങളും ഈ റോഡിലെ കൂടി അറിഞ്ഞു നടക്കുക. മാലിന്യം തള്ളുന്നത് തടയണമെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ല. നമ്മളിവിടെ നടക്കാൻ വരെ കഴിയില്ല. ഓരോരുത്തർ ഇങ്ങനെ വേസ്റ്റ് നിറച്ചും കൊണ്ടുവന്നിടുന്നുണ്ട്. ഇങ്ങനെ പമ്പേഴ്സും അതിലെ മോശം അടക്കാന്ന് നമ്മളെ വീട്ടിന്റെ വാതിക്ക് മുറ്റത്ത് വരെ ആവുന്നുണ്ട്. ഞാൻ എനിക്ക് കയ്യിലോ അറിയല്ലോ ഇട്ടിട്ട് കുറെ കളയുന്നു. കുറെ മുനിസിപ്പാലിറ്റി പറഞ്ഞു ക്യാമറ വെക്കാറുണ്ട്, അവരൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ലൈറ്റ് ഉണ്ടാവലില്ല. ലൈറ്റ് ഇപ്പൊ പറഞ്ഞിട്ട് ശരിയാക്കിയിട്ടുണ്ട്. എന്നാലും ഒരു 2 ദിവസം പിന്നെ നമ്മൾ പറഞ്ഞ ഇതിലുണ്ടാവും. പിന്നെ ആദ്യമേ പിറ്റത്തെ ആഴ്ച മുതൽ അങ്ങനെ തന്നെ ചെയ്യുന്നു. പിന്നെ പച്ചക്കറി വേസ്റ്റ് ആയാലും പമ്പേഴ്സ് ആയാലും പ്ലാസ്റ്റിക്കും എല്ലാം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടി ഈ പത്തുള്ളവരെല്ലാം കൂടി പ്ലാസ്റ്റിക് എല്ലാം വൃത്തിയാക്കി കളഞ്ഞതായിരുന്നു. എന്നറിയില്ല, എനിക്ക് ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമായിരുന്നു. എന്നാൽ നമുക്ക് അറിയാലോ ഇതിപ്പോ എത്ര ആള് വരുന്നുണ്ടെന്നോ നമുക്ക് നോക്കിക്കാൻ കഴിയില്ല രാത്രിയാകുമ്പോ. പ്രദേശത്ത് തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. വാഹനങ്ങളുമായി പോകുമ്പോൾ തെരുവു നായകളും മറ്റു മൃഗങ്ങളും കുറുകെ ചാടുമെന്ന ഭയവും ഉണ്ട്. അത് മാത്രമല്ല, കനാലിൻ്റെ സൈഡൊക്കെ അടിയൊഴുക്കുകൊണ്ട് പലപ്രാവശ്യം പറഞ്ഞതാ, ആ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ടിയ ഭാഗം ഒന്നും ഇതുവരെ അവരൊക്കെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇറിഗേഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് വീഡിയോ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇറിഗേഷൻ പായസി കനാലിൻ്റെ ആൾക്കാർ അവർ വന്നിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.